ഇപ്പോഴും യോഗീശ്വര സാന്നിധ്യമുള്ള ഒരു യോഗീശ്വര മഠത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കണ്ണൂർ ജില്ലയിലെ കാവിൻമൂലക്കടുത്ത് ഉച്ചുളിക്കുന്നുമട്ട മാമ്പയിലാണ് ഈ ഒരു യോഗീശ്വര മഠം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു ചേച്ചിയാണ് പൂജ ചെയ്യുന്നത്. ആ ചേച്ചിയുമായിട്ട് യോഗീശ്വരനും ചേച്ചിയുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോ അങ്ങനെയുള്ളൊരു വളരെയധികം പ്രത്യേകതയുള്ളൊരു ഗുഹാക്ഷേത്രമാണ് ഇത്. എല്ലാവരും ഇവിടെ വന്ന് കാണേണ്ടതാണ്. ഒരുപാട് പ്രത്യേകതയുള്ളതാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞത് നമ്മുടെ ഷിബിനാണ്, എൻ്റെ നല്ലൊരു ഫ്രണ്ട് ഷിബിനാണ്. നൈനവസിന്റെ ആ ഗ്രൂപ്പിൽപ്പെട്ട ഷിബിനാണ്. അപ്പൊ ഷിബിൻ പറഞ്ഞു ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്, അപ്പൊ നമുക്ക് പോയിട്ട് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു പോയി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട്. എന്തായാലും നമ്മൾ ഒരുപാട് ടെൻഷനൊക്കെ അടിക്കുന്ന അല്ലെങ്കിൽ രോഗങ്ങളാൽ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് രോഗമുക്തി നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് കുഞ്ഞുങ്ങളെ ഹരിയിലെത്തിക്കാം. അതുപോലെ പെണ്ണ് പൂജിച്ച് പരീക്ഷ എഴുതിയാൽ വൻ വിജയം, ഉന്നത വിജയം നേടിയ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. കാണാം നമുക്ക് വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നതും നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാല് യോഗീശ്വര മഠമാണ്. കണ്ണൂർ ജില്ലയിലെ ചക്കരക്കല്ല് കാവിൻമൂലക്കടുത്ത്, അതുപോലെ തന്നെ മുഴപ്പാലക്കും അടുത്താണ് ഈ ഒരു യോഗീശ്വര മഠം ഉള്ളത്. ഇവിടെ ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇവിടെ വരുമ്പം തന്നെ നമുക്ക് നല്ലൊരു ഫീലാണ് വരുന്നത്. നല്ല എന്താ പറയേണ്ടത്, നല്ലൊരു അനുഭവമാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു യോഗീശ്വര മഠത്തിലേക്ക് നമുക്ക് പോകാം. അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും പിന്നെ ഇവിടുത്തെ എന്തൊക്കെയാണ് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. ഇവിടെ വർഷങ്ങൾ വളരെയധികം പഴക്കമുള്ളൊരു യോഗീശ്വര മഠമാണ്. അപ്പോൾ ആ മഠത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ വന്നിട്ട് അപ്പോൾ ഇവിടെ വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളം എടുക്കുക, കപ്പെടുക്കുക, വെള്ളം കാലിനൊഴുകുക, ശുദ്ധീകരിക്കുക, നമ്മൾ അകത്തേക്ക് കയറുക. അപ്പൊ വാ നമുക്ക് അകത്തേക്ക് പോയിട്ട് ഒരു അത്ഭുത കാഴ്ച കാണിച്ചു തരാം. ഈ ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാരെല്ലാം ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യോഗീശ്വര മഠം. ഇവിടെ എന്തായാലും നിങ്ങളും വന്നിട്ട് തൊഴണം. ഞാനിപ്പം തൊഴാൻ പോവുക. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതും കേട്ടറിഞ്ഞിട്ട് വരുന്നതാണ്. കേട്ടറിഞ്ഞിട്ട് മാത്രമല്ല, എൻ്റെ ഒരു മെയിൻ ഫ്രണ്ട് ഷിബിൻ എന്നോട് വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ കാണാനും ഇതിന്റെ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഷിബിനാണ്. ഷിബിനെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോ വിളക്ക് വെക്കുകയാണ് ഗുഹാക്ഷേത്രത്തിൽ. ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പം കാണുന്നത്. ഇവിടെ ചേച്ചിയാണ് ഇവിടെ വിളക്ക് വെക്കുന്നത്. എന്നും ചേച്ചിയാണ് വിളക്ക് വെക്കുന്നത്. അപ്പൊ ഇപ്പം 5:45. എത്ര മണിക്കാണ് വെക്കുന്നത് സാധാരണ? 5:50. 5:45, 5:50 അങ്ങനെയാണ് സാധാരണ വിളക്ക് വെക്കുന്നത്. ആ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. പിന്നെ മഴയായതുകൊണ്ട്, കുറച്ച് ഇരുട്ടായതുകൊണ്ട് അത്ര വലിയ കാഴ്ച കാണാൻ സാധിക്കുന്നില്ല. എന്തായാലും വിളക്കെല്ലാം വെച്ചതിന് ശേഷം നല്ലൊരു പ്രകാശം വരും. അതോടുകൂടി നമുക്ക് എല്ലാ കാഴ്ചയും കാണാം. ശരിക്കും ഇവിടെ ശബ്ദം അങ്ങനെ ഒരുപാട് പാടില്ല. അപ്പോൾ വിളക്ക് വെച്ചിങ്ങനെ മണിയടിയാണ്. ഇവിടെ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ മൊബൈല് ടോർച്ചടിക്കാൻ പാടില്ല. അതുപോലെ അങ്ങോട്ട് തലയിട്ടിട്ട് കയറാൻ പാടില്ല. നമുക്ക് ഇരുന്നിട്ട് നോക്കാനെല്ലാം പറ്റും, തലയിട്ട് കയറാൻ പറ്റില്ല. കൂട്ടായ്മയാണ്. 10-30 പേരുണ്ട് ഇവിടെ. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരാളുണ്ട്, പിന്നെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്.
നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരണമായിട്ട് ചോദിച്ചറിയാം. നമസ്കാരം. എന്താണ് പേര്? എന്റെ പേര് സുനേഷ്. അതെ. എന്താ ജോലി ചെയ്യുന്നത്? ഇപ്പൊ അധ്യാപകനാണ്. മാമ്പാൽപ്പ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ തൊട്ടപ്പുറം തന്നെയാണ് സ്കൂളുള്ളത്. അവിടുത്തെ അധ്യാപകനാണ്. അപ്പൊ ഇവിടുത്തെ കൂട്ടായ്മയിൽ പ്രധാനപ്പെട്ട 30 പേരില് സെക്രട്ടറി പോസ്റ്റില് ഞാനിപ്പോ ഉള്ളത്. എങ്കിലും എല്ലാവരും തുല്യരാണ്. അതെ. അങ്ങനെ എല്ലാവരും തുല്യരായതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഇങ്ങനെയൊക്കെ അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ ഇവിടുത്തെ ചരിത്രം എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാം. ഇവിടെ നമ്മുടെ ഈ അഞ്ചരക്കണ്ടി പഞ്ചായത്തില് മാമ്പദേശം ചിറക്കാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പിന്നെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് നമ്മുടെ ഈ അത്യധികം പണ്ഡിതനും കൂടുതൽ അറിവുള്ളവരും അദ്ദേഹം ഒരു യോഗീശ്വര വര്യനായ അദ്ദേഹം ഇവിടെ എത്തിപ്പെടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഏതോ രാജകുടുംബത്തിൽ ജനിച്ച് അങ്ങേയറ്റം നല്ല പോലെ അറിവ് ഈ രാജ്യത്തുടനീളം സഞ്ചരിച്ച് അദ്ദേഹം നല്ല അറിവുകളെ സമ്പാദിച്ച് ഇവിടെ എത്തിച്ചേരുകയും ഇവിടെ സ്ഥിര താമസമാക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് 2016 ഇവിടെ നടത്തിയ താമ്പൂല പ്രശ്ന ചിന്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്രയും ഒരു വ്യക്തിത്വമുള്ള ഒരു ഋഷി വര്യനാണ് ഇവിടെ താമസമാക്കിയതാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന് ഇവിടെ സ്ഥിരതാമസമാക്കുകയും കൂടുതൽ ശിഷ്യഗണങ്ങള് അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിലൂടെ ഒരുപാട് അറിവുകള്, ഒന്ന് വേദം, വൈദ്യം, ഇതിലുള്ള അറിവുകളാണ് ശിഷ്യഗണങ്ങൾക്ക് ഒരുപാട് സമ്പാദിക്കാൻ സാധിച്ചതെന്നും അതിലൂടെ ഈ മാമ്പദേശം നല്ല ഒരു ഐശ്വര്യത്തിൽ എത്തിച്ചേരുകയും ചെയ്തതായിട്ട് നമുക്ക് 2016 ഇവിടെ നടത്തിയ താമ്പൂല പ്രശ്ന ചിന്തയിലൂടെ നമ്മുടെ കമ്മിറ്റിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതൊരു വലിയ സത്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല, ഇതിന്റെ എന്നാണ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല. അതെല്ലാം നിമിത്തം നമ്മുടെ അടുത്തുള്ള ആലക്കാട്ട് തറവാട്ടുകാര് അവരുടെ തറവാട് പ്രശ്ന ചിന്ത അവരുടെ പറമ്പില് ഇതിന്റെ മുന്നില് ഈ ഒരു പറമ്പിന്റെ നേരെ മുന്നില് അവരുടെ തറവാട് ബന്ധപ്പെട്ട ഒരു പ്രശ്നചിന്ത, സ്വർണ്ണ പ്രശ്ന ചിന്ത നടത്തിയപ്പോഴാണ് അതിനുശേഷമാണ് ആ ഒരു സ്വർണ്ണ പ്രശ്ന ചിന്തയിലൂടെയാണ് ഇവിടെയാണ് യോഗീശ്വരന്റെ ഏറ്റവും നല്ലൊരു ചൈതന്യം കുടികൊള്ളുന്നതായിട്ട് ആ പ്രശ്ന ചിന്തയിലൂടെ ഈ നാട്ടുകാർക്ക് മൊത്തം വ്യക്തമായത്. അങ്ങനെയാണ് 2016 ഏകദേശം ഒരു തുലാം 11 തീയതി ഇവിടെ നമ്മുടെ വിളക്ക് വെച്ച് ആരാധന തുടങ്ങിയത്. അപ്പൊ അതിനു മുന്നേ 2016 മുന്നേ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു പിന്നെ സ്ഥാനം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാം മണ്ണിനടിയിൽ അകപ്പെട്ടതായിട്ടാണ് ഉള്ളത്. പിന്നെ അതിനുശേഷം 16 കമ്മിറ്റി കൂടുകയും നമ്മുടെ എല്ലാ ആൾക്കാരും ഒത്തുചേർന്നുകൊണ്ട് ഈ ഗുഹാക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിക്കാൻ ഇടയായതും എല്ലാം ആ ഒരു സ്വർണ്ണ പ്രശ്ന ചിന്തയിലൂടെയാണ്. അത് താമ്പൂല പ്രശ്ന ചിന്തയിലൂടെയൊക്കെയാണ്. വളരെ വ്യക്തമായിട്ട് നമുക്കൊന്ന് പറയാം. അദ്ദേഹം ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഒരുപാട് കല്ലിൽ കൊത്തിയ പിന്നെ ഇരിപ്പിടങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഈ പറയുന്ന വൈദ്യ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മരുന്ന് കൂട്ടുകൾ അരച്ചെടുക്കുന്ന കുഴികൾ നമുക്ക് ഇതിന്റെ പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്താണോ? അല്ല, പുറമേയും കാണുമ്പോൾ ഇതിന്റെ അകത്തും നമുക്ക് കല്ലിൽ കൊത്തി ഇരിപ്പിടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിൻ്റെതായ ഒരു ചൈതന്യം ഇന്ന് നമുക്ക് പിന്നെ ഒരുപാട് കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് എത്രയോ ദൂരദേശത്ത് നിന്ന് പോലും ആൾക്കാർ ഇവിടെ വന്നിട്ട് രോഗശാന്തിക്കായിട്ട് പ്രാർത്ഥനയും അതിൽ നിന്ന് അവർക്ക് മുക്തി കിട്ടുന്നതായിട്ടും അതിന്റെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെച്ചിട്ട് നമുക്ക് കേൾക്കാം. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. അത് നമ്മളൊരു ഇതിന് പറയുന്നില്ല, രോഗശാന്തി അനുഭവമാണ് രോഗശാന്തി. പ്രത്യേക ഇവിടെ വേറൊരു മറ്റേ കൊട്ടിഘോഷിക്കലോ അല്ലെങ്കിൽ മറ്റുള്ള ആർഭാടങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഇവിടെ വരുന്നു, നെയ്വിളക്ക് കത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള തങ്കേച്ചി ഒരു തരത്തിലുമുള്ള ഒരു എന്താ പറയാ, നമ്മൾ പറയുന്നില്ലേ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കിട്ടണമേ എന്നെല്ലാം പറയുന്നില്ല. അങ്ങനെ ഒന്നും ആ ഒരു അങ്ങനെയുള്ള ഒരു ആത്മാർത്ഥമായിട്ട് സ്വമേധയാ വന്നിട്ട് ഇവിടെ നിത്യവും 2016 മുതൽ ഇന്ന് ഇത്ര 2025 വരെ പിന്നെ മുടങ്ങാത്ത രീതിയിൽ ഇവിടെ വിളക്ക് കൊളുത്തുന്നുണ്ട്. അതെല്ലാം നമുക്ക് എന്താ അതിന്റെ ഒരു ശക്തിയെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മളിപ്പോ ഒരു പൂജാരിയെ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം എന്താ പറയാ,
ശമ്പളം എത്രയാ ശമ്പളം അതെ അല്ലേ? നിത്യവിളക്കിന് ഇത്ര അതെല്ലാം പറയുമല്ലോ. പക്ഷെ ഇന്ന് വരെ തങ്കേച്ചി ഒരു കാശിന്റെ ഒരു കണക്ക് ഇന്ന് ഈ ഒരു സന്നിധിയിൽ പറഞ്ഞിട്ടില്ല. എന്താണ് അതിന്റെ ശക്തി എന്ന് ചേച്ചിയുടെ ഒരു പറയുന്നത്? അർപ്പണമാണ്. അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ടുള്ള ഒരു അർപ്പണം എന്ന് പറയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്മിറ്റിയും. ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇന്ന് വരെ നമ്മളെ ശക്തമായിട്ട് നിലനിൽക്കുന്നു. ഇന്ന് ഈ കാണുന്ന എല്ലാം ഇതിപ്പോ നമ്മുടെ ഈ സന്നിധാനം, അതിന്റെ മുകളിലുള്ള പിന്നെന്താ പറയാ നാൽപ്പുര, ഇതിന്റെ പന്തല് എല്ലാം നടപ്പന്തല്, ഇതിന്റെ കല്ല് പാകുന്നത് ഒന്നും ഒരു പരസ്യം ചെയ്യാത്ത രീതിയിൽ എല്ലാം കാലക്രമേണ അങ്ങനെ അങ്ങനെ ആയി വന്നതാണ്. അപ്പൊ നല്ലൊരു ചൈതന്യം ഇവിടെ കുടികൊള്ളുന്ന അദ്ദേഹത്തിന്റെ കാലശേഷം ആ ചൈതന്യം ഇന്നും ഇവിടെ ഉണ്ട്. അത് എല്ലാവർക്കും അനുഭവമാണ്. അതാണ് ഏറ്റവും ഒരു നമുക്കൊന്ന് ഒരു എന്താ പറയാ അനുഭവത്തിൽ വന്നത് കൊണ്ടാണ് നമ്മളെല്ലാം പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം എത്രയോ കാലം മുമ്പേ പോയി, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അദ്ദേഹം ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്കത് പ്രശ്ന ചിന്തയിൽ കണ്ടെത്തി എന്നല്ലാതെ അദ്ദേഹം കാലം ചെയ്തതിന് ശേഷവും അദ്ദേഹത്തിന്റെ ചൈതന്യം ഇവിടെ കുടികൊള്ളുന്നുണ്ട്. അത് ഒരുപാട് ആൾക്കാർക്ക്, ഈ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അനുഭവങ്ങളിലൂടെ അത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്താ പറയാ പിന്നെ പ്രത്യേകമായിട്ട് പറയാം, ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ എന്താ പറയാ ആഘോഷമൊന്നുമില്ല. പക്ഷെങ്കിൽ ഇവിടെ പ്രധാനമായിട്ട് നവമി ആഘോഷമുണ്ട്. നവമി ആഘോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ശിഷ്യഗണങ്ങളെ സമ്പാദിച്ചിട്ടുണ്ട്, ശിഷ്യഗണങ്ങൾക്ക് ഒരുപാട് അറിവുകൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് സാധിച്ചത്. അപ്പൊ വിദ്യയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ നല്ല ആഘോഷം ഇവിടെ സംഘടിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നവമി ആഘോഷം എല്ലാ വർഷവും ഗംഭീരമായിട്ട് ഇവിടെ ആഘോഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏത് ദിവസവും ഇവിടെ കുട്ടികളെ എഴുത്തിനിരുത്താൻ സാധിക്കും എന്നും അങ്ങനെ ഇന്ന ദിവസം കണക്കില്ല, ഏത് ദിവസം ഇവിടെ വിദ്യ ആരംഭം കുറിക്കാം എന്നതാണ് പറയുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, അതായത് എഴുത്തിനിരുത്തുമ്പോ എഴുതാനൊന്നും ആരും ഇല്ല ഇവിടെ, നമ്മൾ തന്നെ കുട്ടികളെ എഴുതിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ, അങ്ങനെയാണ്. എഴുത്തിനൊരു പ്രാധാന്യമൊന്നും ഇല്ല, നമ്മൾക്ക് തന്നെ നമ്മളുടെ മക്കളെ കൊണ്ടുവന്നിട്ട് എപ്പോഴും വേണമെങ്കിലും ഏത് ദിവസം വേണമെങ്കിലും ഇവിടെ വന്നിട്ട് ആരംഭിക്കാം. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും, സാധാരണ നവമിക്കൊക്കെയാണ് ഈ എഴുത്തിന് ഇരുത്തുന്നത്, അതുപോലെയല്ല ഇവിടെ ഏത് ദിവസം വന്നിട്ടും നമുക്ക് തന്നെ കുട്ടികളെ കൊണ്ട് ഹരിയിൽ എഴുതിക്കാം. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചേച്ചി നമസ്കാരം, എന്താണ് പേര് ചേച്ചി? രത്ന. ഇവിടെ തന്നെയാണോ വീട്? വീട് ഇവിടെ തന്നെ അല്ലേ? അപ്പൊ ചേച്ചി എന്നും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്? എന്നും ഇല്ല, ഇങ്ങനെ നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്കൊരു വിഷമം വരുമ്പോ ആ സമയത്ത് വന്നിട്ട് പ്രാർത്ഥിക്കും. അപ്പൊ ചേച്ചിയുടെ ഒരു ഏറ്റവും നല്ലൊരു അനുഭവം എന്ന് പറയാൻ പറ്റുമോ? എന്റെ മോക്ക് കണ്ണിന് ലോങ് സൈറ്റ് ഇല്ലേനു. എന്നിട്ട് പരിയാരത്ത് ആസ്പത്രിയിൽ കിടന്നേരം ഞാൻ ഇവിടെ വന്ന് മോക്ക് കുറച്ച് ഭേദമായതിന് 3 കൊല്ലം ചികിത്സ നടത്തിയതിന്. എന്നിട്ട് ഇവിടെ വന്ന് വിളക്ക്, ഒരു ചെറിയ നിലവിളക്ക് കൊടുത്ത് മോളെയും കൂട്ടി വന്ന് പ്രാർത്ഥിച്ചിന്. ഇവിടെ നിന്ന് അതിന്റെ കുറച്ച് ഭേദപ്പെട്ടിന് മോക്ക്. അതെ, അതായത് ആദ്യം ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ച് എന്റെ മോൾക്ക് കണ്ണിന് കാഴ്ച കിട്ടണേ, നല്ലോണം കിട്ടിയാല് ഇവിടെ വിളക്ക് സമർപ്പിക്കും അല്ലെ? അങ്ങനെ ചേച്ചിക്ക് അങ്ങനത്തെ ഒരു നല്ലൊരു അനുഭവം. ഇപ്പൊ മോള് എങ്ങനെയാണ്? മോള് ഇപ്പൊ ഗ്ലാസ് വെക്കും, എന്നാലും നല്ല ഭേദമുണ്ട്. ഡോക്ടർ പറഞ്ഞ് നല്ല മാറ്റമുണ്ട്. 3 കൊല്ലം ചികിത്സ നടത്തി, നല്ല മാറ്റമുണ്ട്. പിന്നെ എപ്പോഴും മോള് വന്നാല് ഞാൻ ഇവിടെ കൂട്ടി വരും. പരീക്ഷക്ക് എപ്പം പിന്നെ പൂജിച്ചിട്ട് തങ്കേച്ചി എപ്പം പൂജിച്ചിട്ട് ഞാൻ മോക്ക് കൊടുത്തേക്കും. അപ്പൊ ഉന്നത വിജയം ഇപ്പം പരീക്ഷ കഴിഞ്ഞേരം പറഞ്ഞ് നല്ല മാർക്ക് ഉണ്ട് ഇപ്പം ക്ലാസ് ടെസ്റ്റിന്. അതാണ് നമ്മളെ ഒരു അനുഭവം. അതെ, പെണ്ണെല്ലാം പൂജിച്ചിട്ട് പരീക്ഷ എഴുതിയാൽ ഉന്നത വിജയമാണ് പറയുന്നത്. അപ്പൊ നേരത്തെയും ഇങ്ങനെ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പരീക്ഷക്ക് എപ്പം വന്നിട്ട് മോള് നാട്ടിൽ വന്നാല് ഞാൻ കൂട്ടിയിട്ട് എപ്പം വരുത്തുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ മോളെ പോകുള്ളൂ. അതെ അല്ലേ? എന്തായാലും നല്ലൊരു അനുഭവം തന്നെ ചേച്ചി. ഇവിടുത്തെ കൂട്ടായ്മയില് ഏറ്റവും മറ്റൊരു പ്രധാനി കൂടിയാണ് ഇവിടെ. അച്ഛാ നമസ്കാരം. ഒരുപാട് ആൾക്കാരെ കൂട്ടായ്മ ഇതിങ്ങനെ ആക്കാൻ വേണ്ടി നാട്ടിലുള്ള എല്ലാവരും സഹകരണമാണ്. എല്ലാവരും സാമ്പത്തികമായിട്ടും മറ്റുള്ള എല്ലാ തരത്തിലും. പിന്നെ ഇപ്പം നമ്മൾ ഒരു മാസത്തിൽ കുറി നടത്തുന്നുണ്ട്, ഒരു സംഘമുണ്ട്. അങ്ങനെ സാമ്പത്തികം, പിന്നെ സപ്ലിമെന്റ് ഇറക്കും. വിഷു സപ്ലിമെന്റ്, ഓണം സപ്ലിമെന്റ്, അതിന് പരസ്യത്തിന്റെ പലിശയും കൊണ്ടാണ് നമ്മൾ ചില വർക്കെല്ലാം ഇവിടെ നടത്തിയിട്ടുള്ളത്. അങ്ങനെ നാട്ടുകാർ പിന്നെ വിപുലമായ പിരിവൊന്നുമില്ല നടത്തിയിട്ടില്ല, ആദ്യകാലത്തുണ്ടായിരുന്നു. അപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന ആളിൽ ഏറ്റവും കുറച്ചും കൂടി പ്രായം കൂടുതലായ അച്ഛനാണ്. അച്ഛൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടിന്റെ അച്ഛനാണ്. ഈ ക്യാമറ ചെയ്യുന്ന ഷിബിൻ തൂണോളി.
അല്ലെ? ഷിബിൻ തൂണോളിയുടെ അച്ഛനാണ്. അച്ഛ, പണ്ടുകാലം അച്ഛൻ വളരെ ചെറുപ്പത്തിൽ അല്ലേ? അപ്പൊ ആ സമയത്തുണ്ടായ അനുഭവം പറയാ, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്. നമ്മളെ വീട് അതല്ലേ? അതെ, നമ്മൾ കണ്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നമുക്ക് പ്രാധാന്യം മനസ്സിലായിട്ടില്ല. ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളി കളിക്കുന്ന 10 വയസ്സ് 12 വയസ്സ് ആ സമയത്തുള്ളത്. ആ സമയത്ത് ഇവിടെ ഉണ്ട്, എവിടെയുണ്ട്? അച്ഛനറിയാം. ആ സമയത്തേ ഉണ്ട്, ഗുഹ എന്ന് പറഞ്ഞ ആ സമയത്തേ ഉണ്ട്. പക്ഷെ നമുക്ക് പ്രാധാന്യം ചിലപ്പോ നമ്മളെ പ്രായമുള്ളോട്ട് വിലക്കും. അതെ, പണ്ടുകാലം അങ്ങനെയാണ്, അങ്ങോട്ട് പോകാൻ പാടില്ല വിലക്കും. അപ്പൊ പണ്ട് നമ്മള് ഭയങ്കര അനുസരണശീലവും ഇന്നത്തെ കുട്ടികളെ പോലെയല്ല അല്ലെ? അപ്പൊ മറ്റേ അനുഭവം എന്താ അച്ഛന്? വേറെന്താ അനുഭവം ഇവിടത്തെ കുറിച്ച്? വേറെ ഇതൊന്നും അങ്ങനെ പറയാവുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ ഈ വിളക്ക് വെക്കാനുള്ള സാഹചര്യം. അച്ഛൻ അത് എന്നോട് അവിടുന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒന്ന് പറയാൻ പറ്റില്ലേ? വിളക്ക് വെക്കാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? അല്ല, അത് അവിടുന്ന് അച്ഛൻ പിന്നെ വീഡിയോന്റെ മുന്നിലല്ലോ എന്നോട് പറഞ്ഞേ ഉള്ളൂ. അത് അവിടെ ഒരു സാഹചര്യം അച്ഛനൊന്ന് പറഞ്ഞേ. അത് പറയണോ? പറ. അതായത് പിന്നെ അവിടെ ഒരു കാവുള്ള പറമ്പുണ്ട്. അപ്പൊ അവിടെ ഒരു പുരാതനമായ ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് ക്ഷേത്രം നശിച്ചുപോയി. അപ്പൊ അതിന്റെ അവകാശികൾ പല സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ പിന്നെ അറിഞ്ഞു നോക്കുമ്പോ ഇവിടെയാണ് കാവുള്ള പറമ്പിലാണ്. അറിയാന്ന് പറഞ്ഞ ജോഷിനെ കൊണ്ട് കാവുള്ള പറമ്പാണ്. അപ്പൊ അന്ന് നമ്മള് ഇവിടെ അതിന്റെ അവകാശികളെ നമ്മൾ സമീപിച്ചിട്ട് പറഞ്ഞ് നമുക്കിങ്ങനെ ഒരു അവിടെ ഒന്നിങ്ങനെ ഉണ്ട്, നമുക്കൊന്ന് അറിയണം. അങ്ങനെ ഒരു ജോത്സ്യന്റെ അടുത്ത് പോയി. ജോത്സ്യനല്ല, അയാളുടെ ഇവിടെ കാടാച്ചെറിയുള്ള ഒരു ഒരാളടുത്ത് പോയി. അപ്പൊ അയാൾ പറയുന്നുണ്ട്, സാധനമുണ്ട്, അങ്ങനെയുണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു സ്വർണ്ണ പ്രശ്നം വെക്കാന്നുള്ള അടിസ്ഥാനത്തിൽ സ്വർണ്ണ പ്രശ്നത്തിന് പിന്നെ തയ്യാറായി. 3 ദിവസം സ്വർണ്ണ പ്രശ്നം. അപ്പൊ ആദ്യം സത്യസന്ധമായിട്ട് പറയാൻ ആദ്യമെല്ലാം ഭയങ്കരമായ സ്ഥലമാണ്, ഭയങ്കരമായ സ്ഥലമാണ്, അങ്ങനെ ഭയങ്കര ശക്തിയുള്ള ദേവിയാന്നെല്ലാം പറഞ്ഞ് പിന്നെ അതെല്ലാം പോയി. അതെങ്ങനെ പോക അങ്ങെല്ലാം പോയി. പക്ഷെ നമുക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ കുറെ ആൾക്കാർ ഇതില് നമ്മൾ എടുത്ത് പൊന്തിച്ചത് നമ്മളൊരു പിന്നെ ഉറങ്ങിക്കിടക്കുന്ന ആളെ ഉണർത്തിയിട്ടുള്ള ഒരു ഇതായിരുന്നു. നമുക്ക് ആക്ച്വലായിട്ട് എനിക്ക് അപ്പൊ അയാളോട് ചോദിച്ചോ, 3-ാമത്തെ ദിവസം അയാളോട് ചോദിച്ചു വരുമ്പോ പറഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗുഹയുണ്ടോ ചോദിച്ചു. എന്നാൽ നമുക്ക് എല്ലാവർക്കും 10-200 ആളുണ്ടാവും. എല്ലാവരും ആ പറമ്പത്തുനിന്ന് വിളക്ക് കത്തിച്ചിട്ട് വന്നിട്ട് വിളക്ക് വെച്ചിട്ട് പിരിഞ്ഞു. അതിനുശേഷം അയാൾ പറഞ്ഞു, ദിവസം വിളക്ക് വെക്കാൻ പറ്റുമോ? നമ്മൾ ചോദിച്ചു. നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ലല്ലോ. നമ്മളോട് ചോദിച്ചു, ദിവസം ഇവിടെ വിളക്ക് വെക്കാൻ പറ്റുമോ? അല്ല, വിളക്ക് വെക്കാൻ പറ്റുമോ, സാധിക്കുമോ, നിത്യ വിളക്ക് വെക്കാൻ പറ്റുമോ? അപ്പൊ നമ്മളങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പം ഒരു ദിവസം ഈ പറമ്പ് ഈ സ്ഥലത്തിന്റെ ഉടമ നമ്മളെല്ലാം വന്നിട്ട് പറഞ്ഞിങ്ങനെ വിളക്ക് വെക്കണം. അപ്പൊ തയ്യാറായിട്ട് തങ്കി വെച്ച് ഊറുണ്ട്, ഊറ് വെച്ചോളൂ. നമ്മൾ സന്തോഷം. ഊറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നാ വേണ്ട? അന്ന് മുതൽ ഒരു മുടക്കവും ഇല്ലാതെ ഊറ് വിളക്ക് വെക്കുന്നുണ്ട്. വിഷു ഞാൻ പറഞ്ഞില്ലേ, വിഷു പിന്നെ കണി വെക്കും. പിന്നെ വിഷു കണി വെക്കും, കൈനീട്ടം കൊടുക്കലുണ്ട്. അതായത് തുലാം വാർഷികം വിപുലമായി ആഘോഷിക്കും. അതുകാലം ഭക്ഷണമൊക്കെ ഉണ്ടായാലും ഭക്ഷണം എല്ലാം കൊടുക്കലുണ്ട്. എന്തായാലും വരുന്ന കൂട്ടർക്ക് എന്തെങ്കിലും പായസമോ മറ്റോ അങ്ങനെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഞാൻ ആദ്യം ഇങ്ങനെ പറഞ്ഞു, ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിളക്ക്, നിങ്ങൾക്ക് എത്ര വിളക്ക് വെക്കാൻ പറ്റുമോ അത്ര പ്രകാശം അതാണ് വേണം. വേറെ വലിയ ആർഭാടങ്ങളും കാര്യങ്ങളും ഒന്നും വേണം. ഇവിടുത്തെ പൂജാരിയാണ് ഈ കാണുന്നത്. തങ്കേച്ചി, നമസ്കാരമുണ്ട്. നമസ്കാരം. ഇവിടുത്തെ പൂജാരിയാണ് അല്ലേ? അപ്പൊ എത്ര വർഷമായി ചേച്ചി ഇവിടെ? 10 കൊല്ലായിട്ട് ഇവിടെ പൂജ ചെയ്യുന്നല്ലേ? രാവിലെയും വൈകിട്ട് രാവിലെ വന്ന് വിളക്കെല്ലാം തുടച്ചു വെക്കും. പിന്നെ വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്ക് കുളിച്ച് 4 മണിക്ക് ചേച്ചി 4 മണിക്ക് വരും. അങ്ങനെ പുറപ്പെടും 4 മണിക്ക്. ചേച്ചിന്റെ വീട് എവിടെയാ? ഇവിടുന്ന് ഇറങ്ങുന്നിടക്കാണ്, അടുത്ത് തന്നെയാണ്. അത് പിന്നെ നിങ്ങളോട് ഞാൻ പറയാം. എന്താന്ന് വെച്ചാൽ എനിക്ക് ഭഗവാൻ ഒരു ഉപദേശം തന്നതാ. മറ്റാര് പറഞ്ഞിട്ടുമല്ല ഞാൻ എന്റെ ഭഗവാന്റെ അടുത്ത് എത്തുന്നു. ഞാനിവിടെ ഇങ്ങനെ നമ്മളെ വാർഷികമെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം ഞാനിവിടെ വന്നേരം എനിക്കൊരു ഉപദേശത്തിൽ കിട്ടി. അന്നേരം ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞതാണ്, പിന്നെ ഞാൻ എന്നെ കഴിയുന്ന കാലം വരെ നിങ്ങളെ ഞാൻ കൊണ്ട് നടക്കും. ചേച്ചി അന്ന് പറഞ്ഞത്, അന്ന് പറഞ്ഞ വാക്കാണ്, മനസ്സിൽ പറഞ്ഞതല്ല.
ഇവിടെ തന്നെ പറഞ്ഞു. ഇവിടെ തന്നെ എന്നോട് ആ സ്ഥിതിയിലാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾ ചേച്ചിയോട് ഇങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞ് എനിക്ക് ഞാൻ കഴിയുന്ന കാലം വരെ ഞാൻ എന്റെ ഭഗവാന് വേണ്ടി ഞാൻ പരിപാലിക്കും. ഞാൻ ആർക്കും വിട്ടുകൊടുക്കൊന്നുമില്ല. എന്തെങ്കിലും ഇവര് പറഞ്ഞ ഞാൻ അപ്പോട് പറയൂ, ഞാൻ പോകുമ്പോ ആരുമില്ല, ഞാനങ്ങ് കൂട്ടിക്കോളൂ കൂട്ടുന്നു, അങ്ങനെ ഞാൻ പറയാ, ഞാനങ്ങ് കൂട്ടിക്കോളൂ ആരും കഴിയില്ലെങ്കിൽ എന്ന്. ചേച്ചിക്ക് അതേപോലെ നല്ല അനുഭവം തന്നെയാണ്. എനിക്ക് പല പല അനുഭവങ്ങൾ വന്നു. അതുകൊണ്ട് ഞാൻ പല പല തരത്തിലും ഇവരെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഞാൻ ഏടെ എന്ത് ഇറങ്ങുന്നുണ്ടെങ്കിലും ഇവിടുന്ന് ഇറങ്ങുന്നുണ്ടെങ്കിലും ഞാൻ എന്റെ ഭഗവാന്റെ അനുവാദം വാങ്ങിയിട്ടേ ഞാൻ ഞാൻ ഇറങ്ങും. ചേച്ചിക്ക് മക്കൾ എനിക്ക് 3 ആണും 1 പെണ്ണുമാണ്. എല്ലാവർക്കും സുഖമായിട്ട് എല്ലാവർക്കും ഇരിക്കുന്നു. പിന്നെ അതേപോലെ ചേച്ചി ഇവിടെ ഏത് സമയം ഉണ്ടാവുമല്ലോ, രാവിലെ ഉണ്ട് വൈകുന്നേരം. ഇതേപോലെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ആൾക്കാരെ അനുഭവം പങ്കുവെച്ച് ഉണ്ടോ? അങ്ങനെ ഉണ്ട്, അങ്ങനെയുണ്ട്, പലതും ഉണ്ട്. അതിലേറ്റവും നല്ലൊരു അനുഭവം എന്താണ്? ഞാൻ പറഞ്ഞത് തന്നെ അല്ല ചേച്ചിന്റെ അല്ല, ഇപ്പൊ നമ്മളെല്ലാം വന്നിട്ട് പ്രാർത്ഥിക്കണം. അവര് പറയൂ എന്റെ മക്കൾക്ക് ഇങ്ങനെ അരിയിലെല്ലാം എഴുതിയിട്ട് എന്റെ മക്കൾ ഉയർച്ച തന്നെയാണ്, നല്ല വിദ്യാഭ്യാസം ഉണ്ട്, വന്നവരെല്ലാം അങ്ങനെ പറയും. അരിയിൽ എഴുതിയ കൂടുതലും ഇങ്ങനെയാ വന്ന് മക്കൾ അധികം വരുത്തുണ്ട്. ഞാൻ മക്കളെ അങ്ങനെ സ്നേഹിച്ചോണ്ടേ ഇരിക്കും. കഴിഞ്ഞാല് അതുപോലെ ചേച്ചിക്ക് മാത്രമേ ഇതിനകത്ത് കയറാൻ എനിക്ക് അനുവാദമുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് എത്ര ഡോറുണ്ട്? ഡോറ് ആയിട്ടില്ല. അല്ല അങ്ങനെയല്ല, വാതിൽ എന്നല്ല പറഞ്ഞ നമുക്ക് കയറി പോകാൻ വേണ്ടി ഈ ഒരു അനുഭവം. അകത്ത് പിന്നെ ഇങ്ങനെ റൗണ്ടായിട്ട് ഒരു തൂണില്ലേ, അതിന്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഞാൻ ചവിട്ടിയിട്ടൊന്നും കയറൂല, മുട്ടുകുത്തിയിട്ട് മാത്രമേ ഞാൻ ചെയ്യൂ, നീങ്ങുന്ന പോലെ അങ്ങനെ. പിന്നെ എനിക്ക് പല അനുഭവം ഇതിന്റെ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നു. അങ്ങനത്തെ അനുഭവം പറയാനും പാടില്ല. അതുകൊണ്ട് ഞാൻ അവരെ കൂടുതൽ സ്നേഹിക്കുന്നു. ഞാൻ പറയുകയും ചെയ്യൂ, എപ്പോ ഞാൻ പറയൂ, ഞാൻ നിങ്ങളെ പൊന്നു പോലെ കൊണ്ട് നടക്കൂ, അങ്ങനെയല്ല പറയാ. മുട്ടേന്നാലും വിളിച്ചേ കുഞ്ഞായെ, ഞാൻ അധികം അങ്ങനെയാ പറയാ. അത് ചെയ്യട്ടെ മുട്ട, ഇത് ചെയ്യട്ടെ എന്നെല്ലാം പറയും. അത്ര ഭയങ്കര സ്നേഹ എന്നോട്, ഭയങ്കര സ്നേഹ. ഇനി എനക്ക് എന്റെ വീട്ടിൽ തന്നെ നിന്നാലും എനക്ക് ഇവിടുത്തെ അനുഭവം കാണാൻ കേൾക്കാൻ പറ്റും. കൊറേ ഒരു പൂജേന്റെ സമയമോ എല്ലാം എനിക്ക് കേൾക്കാൻ പറ്റും. എന്റെ വീട്ടിൽ മതി ഞാൻ രാത്രി. ചേച്ചി ഇത് കഴിഞ്ഞിട്ട് എത്ര മണിക്ക് പോകും? ഞാൻ ഒരു 6:15 പോകും. 6:15 ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5:30 വിളക്ക് കത്തിക്കുക. കറക്റ്റ് എത്ര മണിക്ക് വിളക്ക് കത്തുന്നത്? ഇപ്പം കത്തിക്കുന്നത് 5:45. അതുപോലെ ഇവിടെ വിളക്ക് ഈ വെളിച്ചെണ്ണ ഒക്കെ ആൾക്കാർ കൊണ്ടുവരും, നേർച്ച വരും. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടോ? വെളിച്ചെണ്ണക്കോ അല്ലെ ബുദ്ധിമുട്ടുണ്ട് ഉള്ള സമയത്ത് ഞാൻ പറയൂ, ഭഗവാനോട് പറയൂ, ഇങ്ങനെ എനിക്ക് വെളിച്ചെണ്ണ വേണ്ടേ, പിറ്റേന്നേക്ക് വെളിച്ചെണ്ണ എങ്ങനെയായാലും എത്തും. പിന്നെ ഓറ് പറഞ്ഞില്ലല്ലോ എന്റെ കാര്യത്തിൽ ഒരു മുടക്കോ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുപോലെ ഇവിടെ വരുന്ന പൈസ ഉണ്ടല്ലോ കുട്ടികൾക്കും നെയ്വിളക്കല്ലോ, അതവർ ഇവരെല്ലാം എടുത്തു കൊടുക്കും. ഇവരാരും കൈകാര്യം ചെയ്യില്ല, ഞാൻ മാത്രമാണ്. ഞാൻ എടുത്തെടുത്താൽ ഇവർ മേടിക്കലുള്ളൂ. അത് ഏറ്റവും വലിയ എനിക്ക് തോന്നുന്ന വലിയ ഭാഗ്യം തന്നെയാ. ഇവരെന്നോട് ഒരു കണക്ക് പോലും പറയില്ല. തീർച്ചയായിട്ടും ഒരു സ്ഥാനത്ത് ഭാഗ്യം തന്നെയാണ്. അത് ഇവിടുന്ന് പ്രശ്നത്തിൽ വന്നേരോ ഞാനിങ്ങനെ ഓരോട് ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഇന്ന പോലെയാന്ന് എനിക്ക് ഒരു അനുഭവം കിട്ടിയത് എന്ന് പറഞ്ഞാലും പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവതിയാണ്, നിങ്ങളെപ്പോഴത്തെ ഭാഗ്യം പിന്നീട്. ഇനി ചേച്ചി ഇങ്ങനെ ഈ കാര്യങ്ങളൊന്നും കൂടുതൽ പറയാൻ പാടില്ല. ഇല്ല അനുഭവം അനുഭവം ഉണ്ടല്ലോ, അപ്പൊ അതൊന്നും അങ്ങനെ കൂടുതൽ പറയാൻ പാടില്ല. എന്തായാലും ചേച്ചി ഒരുപാട് വിശദീകരിച്ച് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ ചേച്ചി നമുക്ക് വീണ്ടും കാണാം അല്ലേ? ഈ കാണുന്ന വിളക്കൊക്കെ എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് അതിന്റെ ഒരു അനുഭവം കിട്ടിയതിന് ശേഷം ആൾക്കാർ സമർപ്പിക്കുന്നതാണ് ഈ വിളക്കും. അതുപോലെ പിന്നെ മാഷേ ഇവിടെ ഇപ്പൊ നമ്മൾ ഓപ്പൺ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഇതിന്റെ സെക്യൂരിറ്റി എല്ലാം എങ്ങനെയാണ്? സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മളിതിപ്പോ കാണുന്നത് ഈ ഒരു വാതിലോ അല്ലെങ്കിൽ ചുറ്റുമതില് കാര്യമായിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ എല്ലാം ഓപ്പൺ ആണ്. ഇന്ന് വരെ നമ്മുടെ ഒരു 10 വർഷമായി ഇതിപ്പോ ഓപ്പൺ ആയിട്ട്. ഇന്ന് വരെ നമുക്ക് നെയ്യോ അല്ലെങ്കിൽ മറ്റുള്ള പൂജാ കാര്യങ്ങൾക്കുള്ള സാധനങ്ങളോ അല്ലെ വിളക്കുകളോ അല്ലെ മറ്റുള്ള എന്ത് കാര്യം എല്ലാം ഓപ്പൺ ആയിട്ട് നമ്മൾ തുറന്നു വെക്കുക. അതിന് ഒരു അടച്ചുറപ്പോ കാര്യം ഒന്നുമില്ല. പക്ഷെ ഇന്ന് വരെ ഒരു ജീവി ആയിക്കോട്ടെ അല്ലെ മനുഷ്യനായിക്കോട്ടെ ഇവിടെ വന്നിട്ട് അത് തട്ടിമറിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിസ്യൂസ് ചെയ്യോ ഒന്നും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതിൽ തന്നെ നമുക്കൊരു വളരെയധികം ഒരു ആശ്ചര്യമാണ്. ഇന്ന് വരെ നമ്മളെ നോക്കാം, പുറമെ നമ്മളെ വീട്ടിന്റെ എടുത്തു നോക്കാം, വീട്ടിന്റെ പുറമെ എന്തെങ്കിലും സാധനം വെച്ച് കഴിഞ്ഞാൽ പൂച്ചയോ അല്ലെ എലിയോ അല്ലെ കുറുക്കനോ നായോ എന്തെങ്കിലും വന്നിട്ട് അത് തട്ടിമറിക്കുകയോ അല്ലെ നക്കുകയോ എല്ലാം ചെയ്യും. പക്ഷെ ഇന്ന് വരെ ഇവിടെ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിയോ ഇവിടെ കയറിയിട്ട്, നിങ്ങൾക്കറിയാലോ നെയ്യ് വന്നു കഴിഞ്ഞാല് ഇവിടെ ഉറുമ്പുകളോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അത് ഞാനൊരു ഇത് പറയുന്നത് ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ അതെല്ലാം വരേണ്ടതാണ്. പക്ഷെ ഇന്ന് വരെ
നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതൊരു സത്യമാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും, അത്രയും ക്ലീൻ ആണ്. പിന്നീടല്ലോ ഈ ഭക്തർ എന്ന് പറഞ്ഞാല് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇപ്പം പുഷ്പാഞ്ജലി, അമ്പലത്തിലും പോയ പുഷ്പാഞ്ജലി പോലത്തെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കഴിക്കാനുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ വന്ന് പ്രധാനമായിട്ടും ഒരു അഭിഷേകം എന്ന് പറയാനൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ എത്രയാണോ ദീപാരാധനക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞു. ദീപം എത്രമാത്രം തെളിയിക്കുന്നു അത്രമാത്രം നല്ല ഐശ്വര്യം നമുക്കിവിടെ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നെയ്വിളക്ക്, അതുപോലെ തന്നെ എന്താ പറയാ, മറ്റുള്ള നെയ്വിളക്ക് തന്നെ വിളക്കുകള് എത്രമാത്രം നമുക്കിപ്പോ മറ്റുള്ള മൺചിരാതുകളില് നമുക്ക് ചുറ്റുവിളക്ക് തെളിയിക്കാം, അതുപോലെ തന്നെ തൂക്കുവിളക്കുകളില് പിന്നെ വിളക്കുകള് തെളിയിക്കാം. അങ്ങനെയുള്ള എത്രമാത്രം ദീപം നമുക്ക് തെളിയിക്കാൻ പറ്റുമോ അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത്. പിന്നെ ഇവിടെ ഇങ്ങനെ മറ്റേ എന്താ റെസീറ്റ് മുറിക്കുന്നുണ്ട്. അതിന് തക്കതായിട്ട് ഒരു ചെറിയ ഒരു എമൗണ്ട്. റെസീറ്റ് മുറിക്കണ്ടെങ്കിൽ നെയ്വിളക്ക് മാത്രം, മറ്റേ ചുറ്റുവിളക്കിനും നെയ്വിളക്കിനും മാത്രമാണ് നമ്മള്. പിന്നെ വാഹന പൂജ എന്ന് പറയുന്ന അതുകൊണ്ട് വിദ്യാരംഭം കുറിക്കല് അതിനുമുണ്ട് ചെറിയൊരു പിന്നെ എമൗണ്ട് നമ്മൾ ഈടാക്കുന്നുണ്ട്. അത് ചെറിയൊരു എമൗണ്ട് ആണ്. ഞാനിവിടെ വന്നപ്പോ കുറെ ആൾക്കാർ പറയുണ്ടായി ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് രോഗശാന്തി ഒക്കെ നേടിയിട്ട് പോയതും സുഖം പ്രാപിച്ചു, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ അനുഭവം ഇവിടെ ഞാൻ കേട്ടു. അതിനെ പറ്റി ഒന്ന് പറയാം. തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ ഒട്ടനേകം പേര് ഇവിടെ വന്നിട്ട് രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും പറയുന്നത്. നമുക്കിവിടെ എത്തുമ്പോൾ തന്നെ നമുക്കൊരു ഊർജം, അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്കൊരു ചൈതന്യം, അല്ലെങ്കിൽ നമുക്കൊരു ഊർജം കിട്ടുന്ന ഒരു മാനസിക അവസ്ഥയാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. യാഥാർത്ഥ്യമാണത്. നമ്മളിപ്പോ എനർജി എന്ന് പറയുന്നുണ്ട്, ഒരു ശക്തി. അത് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള ഒരു ശക്തി ലഭിക്കുന്നതായിട്ട് നമുക്ക് അനുഭവം ഉണ്ടാവും. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോ നമ്മുടെ അടുത്തല്ല പയ്യന്നൂരിൽ നിന്ന് വരെ ആൾക്കാർ ഇവിടെ എന്തോ അവിടെ ഒരു പ്രശ്ന സംബന്ധമായ ഒരു പിന്നെ പൂജയായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ നടക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ വിളക്ക് വെക്കണം എന്ന് അവിടുത്തെ ആചാര്യം പറഞ്ഞപ്പോൾ അവിടെയുള്ള പാർട്ടി പയ്യന്നൂരിന്ന് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് അവരുടെ പിന്നെ വിളക്ക് നമുക്ക് തരികയും അതുപോലെ തന്നെ ഇവിടെ ദീപ അർച്ചന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ അനുഭവമാണത്. എത്രയോ ദൂരെയുള്ള ആൾക്കാർ പോലും ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ വന്നപ്പോ കേട്ടിരുന്നു അവര് വന്നത്, അതായത് പയ്യന്നൂർ ടീം വന്നിട്ട് മറ്റൊരു ഗുഹയുള്ള സ്ഥലത്തേക്ക് പറഞ്ഞു വെച്ചാൽ അപ്പൊ അവർക്ക് അത് മനസ്സിലായി അവിടെയല്ല എന്നിട്ട് ഇങ്ങോട്ട് വന്നെന്ന് പറയുന്നത് കേട്ടു. അതെ. എന്നേരം ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്റ്റാർട്ട് ചെയ്തത് 2016 തുലാം 11-ാം തീയതിയാണ് ഇവിടെ വിളക്ക് വെച്ച് ആരാധന തുടങ്ങിയത്. അതിനുശേഷമാണ് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. അപ്പൊ അവര് അവിടെ ഈ പയ്യന്നൂർ ടീം വേറെ ഏതോ ക്ഷേത്രോ അല്ലെങ്കിൽ ഗുഹയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പോയപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അവിടെയല്ല ഇവിടെയാണ് വന്ന് ആരാധിക്കേണ്ടത് എന്ന് അവർക്ക് സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും അവരിവിടെ വരികയും അങ്ങനെ ഇവിടെ നമുക്ക് വിളക്ക് ദേവനെ സമർപ്പിക്കുകയും പോരാതെ ഇവിടെ വിളക്ക് വെച്ച് ആരാധിക്കുകയൊക്കെ അവർ ചെയ്തതിന് ശേഷമാണ് അവർ മടങ്ങിപ്പോയത്. അത് പയ്യന്നൂർ ഒരു ഇതാണ്, ഒരു പിന്നെ സാമ്പിളാണ്. പക്ഷെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമ്മുടെ നാട്ടില് സ്വദേശത്ത് പോൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ധാരാളം നെയ്വിളക്കുകൾ സമർപ്പിക്കുകയും പിന്നെ വിളക്കുകൾ നമുക്ക് ദേവന് സമർപ്പിക്കുകയും ചെയ്യുന്നൊക്കെ ഉണ്ട്. ഒരുപാട് അത് അവർക്ക് എന്താ പറയാ അനുഭവങ്ങളിലൂടെയാണ് അവര് ഇവിടെ വരുന്നതും അതിന്റെ ഒരു പ്രത്യുപകാരം എന്ന് ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോന്ന് അറിയില്ല. അതിന് പകരം അവര് ഇവിടെ സമർപ്പിക്കുകയാണ്, വിളക്കുകളാണ് സമർപ്പിക്കുന്നത്. അതായത് നമ്മുടെ ഷെൽഫ് മൊത്തം നിറഞ്ഞിരിക്കും, ഷെൽഫ് മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. അത് എന്താണെന്ന് അറിയില്ല. അപ്പൊ രോഗശാന്തിക്കാണ് പിന്നെ ഒരു ശാരീരിക സുഖത്തിനും വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു വൈദ്യ സമ്പ്രദായത്തിലൂടെ ഒരുപാട് അറിവുകൾ ആർജിച്ച ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. അപ്പൊ വൈദ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അറിവുകൾ അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ആ ഒരു എന്താ പറയാ രോഗശാന്തിക്കായിട്ട് നിത്യം ഇവിടെ ധാരാളം ആൾക്കാർ വന്നിട്ട് ആ രോഗശാന്തി നേടിപ്പോയ ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. പ്രകൃതിയായിട്ട് ഇണങ്ങിയ ഒരു സംഭവം. പ്രകൃതിയിലൂടെ ശരിക്കും ഒരു ഹൈറ്റ് കുന്നിലാണ് ഇതുള്ളത്. പിന്നെ കാടുണ്ട് അല്ലെ, ചുറ്റും കാടുണ്ട്. പിന്നെ പല സസ്യങ്ങളും
ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ, ഒരുപാട് നമുക്ക് നാട്ടിലുള്ള പിന്നെ നമ്മളെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് സസ്യങ്ങളുണ്ടല്ലോ. അതെ, അതെ. അതെല്ലാം ഇവിടെ ജൈവ വൈവിധ്യം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു സന്ദേശവും നമുക്ക് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. പ്രകൃതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ശാന്തി ലഭിക്കും, ആരോഗ്യം ലഭിക്കും എന്നുള്ള സന്ദേശം എല്ലാം നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ആർഭാടങ്ങളൊന്നുമില്ല. മറ്റുള്ള കൃത്രിമമായിട്ടുള്ള ബിൽഡിങ്ങുകൾ, മറ്റുള്ള പ്രകൃതിക്ക് നാശം സംഭവിക്കുന്ന തരത്തിലുള്ള ഒരു ചെയ്തികളും ഇവിടെ നമ്മൾ നൽകാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശം കൂടി നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ഗുഹാക്ഷേത്രത്തിന്റെ ഒരു പരിധി എന്ന് പറയുമ്പോൾ ഈ കാണുന്ന മുകളിൽ അരി അത്രയും സ്ഥലമാണ്. പിന്നെ ആ സ്ഥലം വരെ ഉള്ളില് ഈ ചേച്ചി തങ്കമണി ചേച്ചി പോകാറുണ്ട് അകത്ത് കയറിയിട്ട്. അപ്പം ഈ മുട്ടുകുത്തി ഇഴഞ്ഞിട്ടാണ് അകത്തോട്ട് കയറുന്നത്. അങ്ങനെയാണ് തങ്കമണി ചേച്ചി പറഞ്ഞത്. പിന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഇതുണ്ടല്ലോ കവാടം. ശരിക്ക് ഈ കവാടം എന്ന് പറഞ്ഞാല് ഇത് പണ്ട് മുതലേ ഇങ്ങനെ എന്താണ് ഋഷീശ്വരന്മാർ കല്ല് ചെത്തിയിട്ട് പാറ ചെത്തിയിട്ട് ഉണ്ടാക്കിയ ആ ഒരു കവാടാണ് ഇത്. ഫസ്റ്റ് 1, പിന്നെ 2, പിന്നെ 3, പിന്നെ 4-മത്താണ് ഏറ്റവും ചെറുത്. അപ്പൊ അതിലൂടെയാണ് ഈ ചേച്ചി പോകുന്നത്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ ഉള്ളിൽ ഇങ്ങനെ കയറാൻ നമുക്ക് ഭക്തർക്ക് അങ്ങനെ കയറാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു തൂണുണ്ട്, നടുക്കൊരു തൂണുണ്ട്, പിന്നെ 2 സൈഡില് പാസേജ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ചേച്ചി ഇങ്ങനെ പോയിട്ട് അതിലൂടെ ഇങ്ങനെ കറങ്ങി വരാറുണ്ട്. ആ ഒരു കാഴ്ച നമുക്ക് എത്രത്തോളം ഈ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ആ ഒരു കാഴ്ച നടുക്ക് തൂണ് കണ്ടില്ലേ? അപ്പൊ തൂണിന്റെ 2 സൈഡും പാസേജ്, അതിലൂടെ ഇങ്ങനെ ചേച്ചി ഇങ്ങനെ കറങ്ങിയിട്ട് ഇഴഞ്ഞിട്ട് ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പൊ ചേച്ചിന്റെ പൂജ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂജയാണെന്നാണ് പറയുന്നത്. നാഗത്തിന്റെ പ്രതിഷ്ഠ അല്ലെ? എത്രത്തോളം കാണാൻ പറ്റും? ഷിബി കാണാൻ പറ്റുന്നുണ്ടോ? തൂണിൽ നാഗത്തിനെ കൊത്തിവെച്ചതാ. ആ തൂണിൽ അല്ലെ? ആ നടുക്കുള്ള ആ തൂണിൽ നാഗത്തിനെ കൊത്തിവെച്ച ആ ഒരു കാഴ്ച. പിന്നെ ഈ ഉള്ളോട്ട് അങ്ങനെ ക്യാമറ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇരിക്കാനും കിടക്കാനും പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമുണ്ട്, ഇരിപ്പിടം ഉണ്ട് അല്ലേ ചേച്ചി? കല്ല് രണ്ടു ഭാഗത്തും ഉണ്ട് അല്ലേ? ഷിബി അത് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടിരുന്നത് ഈ ഗുഹന്റെ അകത്ത് നമ്മളിപ്പം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അകത്ത് ഒരു അറയുണ്ട്. അതുപോലെ ഗുരുശിഷ്യന്റെ ഇരിപ്പിടം അല്ലെ? അത് അദ്ദേഹം തന്നെ ആ സമയത്ത് ആ കാലത്ത് കൊത്തിയുണ്ടാക്കി. തീർച്ചയായിട്ടും അത് ആ സമയത്ത് നമ്മളിപ്പോ ഒന്നും അതിന്റെ ഉള്ളിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അത് എങ്ങനെയാണോ നമ്മൾ കാണപ്പെട്ടത് അതുപോലെ നമ്മൾ സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന സമയം മുതല് നടുക്ക് ഈ ഗുഹേന്റെ നടുക്ക് ഒരു ഒറ്റക്കൽ തൂണുണ്ട്. ആ തൂണിന്റെ മുകൾ ഭാഗത്ത് നാഗപടങ്ങളുണ്ട്, അതും കൊത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ 2 ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗുരു ശിഷ്യ ബന്ധത്തെയാണ് കാണിക്കുന്നത്. ഗുരു ശിഷ്യ ബന്ധം, അതായത് ഗുരു ഈ ഭാഗത്തിരിക്കുന്നു, കിഴക്ക് ഭാഗത്ത് ശിഷ്യൻ ഇരുന്നിട്ട് പഠനം നടത്തിയ ഒരു കേന്ദ്രമായിട്ടാണ് നമുക്കത് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്, താമ്പൂല പ്രശ്ന ചിന്തയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്, ഇന്ന് കാണുന്ന ഈ ഗുഹ എന്ന് പറയുന്നത് ഒരു 2 മീറ്റർ വ്യാസം ഉണ്ട്. അതിന്റെ അതിന് പുറമെ അതിന്റെ ഉള്ളിലായിട്ട് വീണ്ടും 2 അറകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് കാലക്രമേണ നമുക്കത് തുറന്ന് കാണിച്ചു തരും എന്ന് കൂടി അന്നത്തെ താമ്പൂല പ്രശ്ന ചിന്തയിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഉള്ളില് ഇനിയും അറകളുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ വ്യക്തമായിട്ട് നമുക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ഒരു ഏകദേശം ഒരു രൂപം കണ്ടാല് നമുക്ക് മനസ്സിലാക്കാം ഈ പാറ എന്ന് പറയുന്നത് അങ്ങത്തോളം ഉണ്ട്. ഏകദേശം ഈ ഭാഗം മുഴുവനും പാറയാണ്. അതിന്റെ ഉള്ളറകൾ ഇനിയും ഉണ്ട് എന്നാണ് നമുക്ക് ഏകദേശം ഒരു മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്യാമറമാൻ, ഇന്നത്തെ ക്യാമറമാൻ ഷിബിൻ തൂണുളി. ഭയങ്കര ആരാധകരുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം സ്വാമിയാണ്. അപ്പൊ നമ്മുടെ മഠത്തിൽ വന്നിട്ട് പ്രാർത്ഥിച്ച്, എനിക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ഉണ്ടെങ്കിലും ഷിബിനും നല്ല സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഷിബിനെ എങ്ങനെയുണ്ട്? ഇത് എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പൊ എനിക്ക് ക്ഷേത്രത്തിനെ പറ്റി വലിയ അറിയില്ലെങ്കിലും അച്ഛനൊക്കെ ഇതിന്റെ കമ്മിറ്റിയിലുള്ള ആൾക്കാരാണ്. പിന്നെ അതേപോലെ നമ്മളിപ്പോ മാഷ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തുനിന്ന് വന്ന് പ്രാർത്ഥിച്ച് രോഗശാന്തിയും അതേപോലെ വിദ്യാരംഭം കുറിക്കുന്നതായാലും
എല്ലാ അതേപോലെ ഇവിടുത്തെ പ്രധാന വഴിപാട് മാഷ് പറഞ്ഞ പോലെ വെളിച്ചെണ്ണ, അതേപോലെ നെയ്വിളക്ക്, അങ്ങനെയുള്ള ഈ ദീപമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരിത്. അപ്പോ നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന ഒരു സ്ഥലമാണ് ഇത്. പക്ഷെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിന്റെ ഇതുണ്ട് നമുക്ക് ചെറുപ്പം മുതലേ അറിയില്ലായിരുന്നു. ഇപ്പൊ ഇത് 10 വർഷത്തോളമായി ഇതിങ്ങനെ ഒരു ക്ഷേത്രമായിട്ട്. അപ്പോൾ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇത് മണ്ണാൽ മൂടപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നു. ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ കാണില്ലായിരുന്നു. ചെറുപ്പത്തില് നമ്മൾ ഒരു നല്ല കളിച്ചു വളർന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തില് ഇങ്ങനെ ക്ഷേത്രം ഉണ്ട് എന്ന് അറിഞ്ഞ് അതിനുശേഷം ക്ഷേത്രമായിട്ട് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയും അതേപോലെ വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഇങ്ങനെ ഒരു ക്ഷേത്രമായി ഇപ്പം അതേപോലെ ആൾക്കാർ പല ഭാഗത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ള അറിഞ്ഞേരം ഒരു നാട്ടുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ എല്ലാം അഭിമാനിക്കുന്നു. അതേപോലെ സന്തോഷം, വളരെ സന്തോഷം. അപ്പൊ എന്തായാലും എല്ലാവരോടും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയാം. അതെ, പ്രാർത്ഥിക്കാം. എനിക്കറിയുന്ന ആൾക്കാരെല്ലാം കൂട്ടി വരാറുണ്ട്. അതുപോലെ ഈ നമ്മുടെ സുരേഷ് ചേട്ടനെ ഞാൻ ഇങ്ങനെ വിളിച്ചതാണ്. നമ്മുടെ അടുത്തൊരു ഇങ്ങനെ ക്ഷേത്രമുണ്ട്, ഒന്ന് ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഒരു മടിയും കൂടാതെ സുരേഷ് ചേട്ടനെ ഞാൻ ഇന്നൊരു ദിവസം വരാം, പുള്ളിയാണ് എന്നെ ഇങ്ങോട്ട് വിളിക്കാറ്, നാളെ വരണോ അല്ല ഇന്ന് വരണോ ചോദിച്ചിട്ട്. അപ്പൊ ഇന്നൊരു അവസരം കിട്ടിയ സമയത്ത് സുരേഷ് ചേട്ടനെ വിളിച്ചു. സുരേഷ് ചേട്ടൻ ഒരു മടിയും കൂടാതെ കറക്റ്റ് ഞാൻ പറയുന്നതിനും ഒരു അരമണിക്കൂർ മുന്നേ പുള്ളി വീട്ടിലെത്തി. വലിയ സന്തോഷമുണ്ട്. ചേച്ചി ഇപ്പം ഇവിടെ പൂജക്ക് എന്ത് പൂവാണ്? ചെമ്പരത്തി പൂവാണ് വെക്കുക. ചെമ്പരത്തി പൂ മാത്രമേ വെക്കും, വേറെ ഒരു പൂവും ഞാൻ വെക്കലില്ല. ചെമ്പരത്തി പൂവ് മാത്രം, അത് വെള്ളയായാലും ചുവപ്പായാലും ആ പുഷ്പം മാത്രമേ വെക്കൂ. അത് ഇപ്പൊ 4 മണിക്ക് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ വരുമ്പോ ആ പുഷ്പത്ത് നല്ലൊരു അത് തന്നെ ഒരു ഉടവ് പോലും തട്ടാണ്ട് അമിഞ്ഞു പോകുന്നവരെ ഇങ്ങനെ ഉണ്ടാവും രാവിലേക്ക്. അത് നമുക്ക് പൂവിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അതിനൊക്കെ ഞാൻ കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ആ പൂ ഭഗവാൻ പൂജ ചെയ്തതാണ് ഞാൻ ഇത് സ്വീകരിച്ചെന്നുള്ള ഒരു പ്രത്യേകതയാണ് ഭഗവാൻ എന്നെ കാണിച്ചു തരുന്നത് ആ പുഷ്പത്തില്. അങ്ങനെ ഞാൻ ഇവർക്ക് കുറെ കാലം ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇപ്പം പിന്നെ ഞാൻ ഭഗവാനോട് പറഞ്ഞത് ഞാൻ മാത്രം ഒന്നും അറിഞ്ഞാൽ പോരാ, നാട്ടുകാർ അറിയണം. അന്നേരം ഞാൻ ഈ പുഷ്പം എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. ആ പുഷ്പത്തിനൊരു പ്രത്യേകതയുണ്ട്, അതൊരു ചുരുണ്ടതായിരിക്കും. ഈ 4 മണിക്ക് മുതൽ നാളെ രാവിലെ വരെ അനങ്ങൂല പുഷ്പം. നല്ല ചൂടുകൊണ്ടല്ലേ ഒന്നും ആവില്ല. ഇത് തന്നെ രാവിലെ കണ്ടാലേ മനസ്സിലാവും. എല്ലാം നല്ല പുഷ്പമായിരിക്കും. എല്ലാം കാണാൻ പറ്റും ആ പുഷ്പത്തിൽ. അങ്ങനെ ഉണ്ടാവും, ഒരു വാട്ടം പോലും ആ പുഷ്പത്തിന് ഉണ്ടാവില്ല. ഒരു പൂജ ചെയ്യുന്ന പുഷ്പമാണ്. എന്തായാലും ചേച്ചിക്കും കുടുംബത്തിനും അതുപോലെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ അല്ലെ. ചേച്ചിക്ക് അതേപോലെ സർവ്വ ഐശ്വര്യം ഉണ്ടാവട്ടെ. അതുപോലെ ഒരുപാട് കാലം ഇതേപോലെ സേവിച്ച് ഇവിടെ തന്നെ ജീവിതം അല്ലെ ഇതേപോലെ സേവിക്കാനുള്ള ആ ഒരു കഴിവും ആരോഗ്യമൊക്കെ കിട്ടട്ടെ. പിന്നെ വീട്ടിൽ നിന്നാണ് വെള്ളം എടുത്തിട്ട് വരിക. വീട്ടിൽ നിന്ന് ചേച്ചിയുടെ എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കുളിമുറിയുള്ള വീട്ടിലെ വെള്ളം വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ കുറച്ച് കരണ്ട് തെറ്റിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ആർന്ന് എടുത്തിട്ട് വരും വെള്ളം. ഓ അങ്ങനെ ഉണ്ടല്ലോ. ഒരു കുഞ്ഞു മോളുണ്ട്. മോളെ എന്താ മോളുടെ പേര്? ശ്രീവേദ്യ. ആരായി പേരിട്ടിനി? അച്ഛനോ? അച്ഛന്റെ പേരെന്താ? ദേവരാജ്. എന്താ ജോലി ചെയ്യുന്ന അച്ഛൻ? ഡ്രൈവർ അല്ലേ? മോൾ എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ? ചില ദിവസം. മോള് പാട്ട് പാടാറുണ്ടോ? ഇല്ല. ഡാൻസ് പാട്ട് അങ്ങനെ നല്ലോണം പഠിക്കുവോ? നന്നായിട്ട് പഠിക്കും അല്ലെ. ഇനി നന്നായിട്ട് പഠിക്കണം. മോളെ ആദ്യമായിട്ട് ഇവിടെ മോളെയാണ് അരിയിൽ വെച്ചെന്ന് പറയുന്നത് കേട്ടു അല്ലേ? അതൊരു ഭാഗ്യം, അത് ശരിക്കും ഒരു പുണ്യല്ലേ അല്ലേ? തങ്കമണി ചേച്ചിയുടെ കയ്യിൽ നിന്ന്, അതായത് ഇവിടുത്തെ പൂജാരിയുടെ കയ്യിൽ നിന്ന് ഞാൻ പ്രസാദം വാങ്ങുവാണ്. ചേച്ചി ഈ പുഷ്പത്തില് പ്രത്യേകതയുണ്ട്, അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. അതിപ്പം ഇന്നലെ മഴയെല്ലായോണ്ടാണ് ചൊരിഞ്ഞിട്ടുണ്ട്. അതിന് പ്രത്യേകതയായിട്ട് പുഷ്പത്തിനെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതും ചെമ്പരത്തി പൂ അതിന് പ്രത്യേകതയുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് നോക്കിയാൽ ഉണ്ടാവുക. ഇതങ്ങനെ ചുരുളണമെന്നാ? ചുരുണ്ടിട്ടുണ്ടാവും. അത് ഭഗവാൻ പൂജ ചെയ്യുന്നുള്ള ലക്ഷണം. ഓ അങ്ങനെ. അപ്പൊ നല്ല പൂവ് അവിടെ വെച്ചതിന് ശേഷം ഇത് രാത്രിയോടെ പൂജ കഴിഞ്ഞ പാട് നല്ല പൂ കൊണ്ടുവച്ച് ഭഗവാന് പൂജ കഴിഞ്ഞതിന് ശേഷം ഈ പൂവ് ചുരുണ്ട് നിൽക്കും. അതിപ്പം എത്രത്തോളം ഇരുട്ടായത് കൊണ്ട് കാണുന്നുണ്ടോ? ഒന്ന് ഫോൺ അടിച്ചിട്ട് നോക്കാം. ഇതേമാതിരി, അതായത് നല്ല പൂവ് കൊണ്ടുവച്ചിട്ട് പൂജ കഴിച്ചിട്ട് അതിന് ശേഷം ഈ പൂവ് ചുരുണ്ട് നിൽക്കുന്നതാണ് പറയുന്നത്. ഭഗവാന് സന്തോഷമായി അല്ലെ? ആ ഒരു ലക്ഷണമാണ് ഇത്. മറ്റൊരു പ്രത്യേകത കൂടി എന്ന് പറഞ്ഞാല് ഈ പൂവുണ്ടല്ലോ, എല്ലാവരും ഭക്തർ എന്ന് പറഞ്ഞാല് ഇവിടെ വന്നിട്ട് ഇത് കഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഇലയടക്കം കഴിക്കണം അല്ലേ ചേച്ചി?
തുളസിയിലയും ചെമ്പരത്തിയിലയും ഇതാണ് എല്ലാരും കഴിക്കുക. ശരിക്കും ഔഷധമാണ്. ഔഷധമാണ്. നേരത്തെ പറഞ്ഞില്ലേ രോഗശാന്തി എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ ഔഷധമാണിത്. അപ്പോ ഇനി വരുന്നവരെല്ലാം ഇതേപോലെ ചെയ്യുക. ചേച്ചി എല്ലാവരോടും പറഞ്ഞെന്ന് വരില്ല, അപ്പൊ അല്ലെ നല്ലൊരു അറിവും കൂടിയാണിത്. അപ്പോ ഗുഹാവിശേഷങ്ങൾ നമ്മൾ കുറെ അറിഞ്ഞ് ഇനി എല്ലാവരും വന്നിട്ട് ഇവിടെ തൊഴുത് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും രോഗശാന്തിയും അതുപോലെ തന്നെ മനഃശാന്തി. രോഗശാന്തിനേക്കാളും കൂടുതലും മനഃശാന്തിയാണ് വേണ്ടത് അല്ലെ. അപ്പൊ അതെല്ലാം നേടാൻ നമുക്ക്. ഞാനും ഇവിടെ വന്നപ്പോ തന്നെ എനിക്കും അങ്ങനത്തെ ഒരു നല്ലൊരു ഫീലാണ് ഉണ്ടായത്. അപ്പൊ സ്ഥലം മാഷ ഒന്നുകൂടി സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കും. സ്ഥലം നമ്മുടെ അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തില് മാമ്പദേശത്ത് ചിറക്കാത്ത് എന്ന സ്ഥലത്താണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ വേറൊരു പേരും കൂടി ഉണ്ട്, ഉച്ചളിക്കുന്നോട്ട അല്ലെ. ഉച്ചളിക്കുന്നോട്ട എന്നും കൂടി നമുക്ക് ഈ ഒരു സ്ഥലത്തിന് നാമമുണ്ട്. അതെ. അപ്പോ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ നേടുക. ഇവിടെ വേറെ ചെലവൊന്നുമില്ല. നമ്മൾ വിളക്ക് കത്തിക്കുക, അല്ലാതെ വേറെ ഒരു ചെലവുമില്ല. അപ്പോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അല്ലെ. ഓം യോഗീശ്വരായ നമഃ. അത്രേ പറയാനുള്ളൂ.